അള്ളാഹു അവൻ്റെ അനുഗ്രഹമായി നമുക്ക് നൽകുന്ന സമ്പത്ത് നാളെ പരലോകത്ത് ഒരു ഭാരമായി മാറാതിരിക്കണമെങ്കിൽ അത് വരുന്ന വഴിയും നമ്മിൽ നിന്ന് പോകുന്ന വഴിയും വിശുദ്ധമായിരിക്കണം. അവിഹിതമായ മാർഗത്തിലൂടെ സമ്പാദിച്ച സമ്പാദ്യവും അവിഹിത മാർഗത്തിലൂടെ ചെലവഴിക്കുന്ന സമ്പാദ്യവും രണ്ടും നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന, നമുക്ക് ഭാരമായി മാറുന്ന സമ്പാദ്യങ്ങളായിരിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇന്ന മിമ്മ അഖാഫു അലൈക്കും മിൻ ബഅദി മാ യുഫ്തഹു അലൈക്കും മിൻ സിഹ്റത്തി ദുനിയ വസീനത്തിഹ. ഞാൻ നിങ്ങളെ മേൽ പേടിക്കുന്ന കാര്യം ദുന്യാവിൻ്റെ ആഡംബരങ്ങളും ദുന്യാവിൻ്റെ സൗന്ദര്യവും അതിൻ്റെ അലങ്കാരവും നിങ്ങൾക്ക് തുറക്കപ്പെടുമോ എന്നതാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ഒരാൾ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, അവയത്തിൽ ഖൈറു ബിശ്ശർറ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, സമ്പത്ത് ഒരു നേട്ടമാണല്ലോ, ഈ നേട്ടം കോട്ടത്തെ കൊണ്ടുവരുമോ? അപ്പോൾ സമ്പത്ത് ഉണ്ടാവുക എന്നതൊരു ഖൈറാണ്. ഈ ഖൈർ ഒരു ഷെറിനെ, ഒരു കോട്ടത്തെ ഉണ്ടാക്കി തീർക്കുമോ എന്ന് ഒരു സ്വഹാബി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനോട് പ്രതികരിച്ചത് ഒരു ഉദാഹരണത്തിലൂടെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഭൂമിയിലേക്ക് മഴ വർഷിക്കുന്ന നല്ല കാലഘട്ടങ്ങൾ, ഭൂമിക്ക് പച്ചപ്പുണ്ടാകും, ഭൂമിയിൽ സസ്യങ്ങൾ വളരാൻ തുടങ്ങും, പുല്ലുകൾ ഉണ്ടാകും, കാലികൾക്കെല്ലാം സുഖകരമായി മേഞ്ഞു നടക്കാൻ പറ്റുന്ന നല്ല ഒരു പച്ചപ്പുള്ള ഭൂമി ഉണ്ടാകുന്നത് കാലികളെ സംബന്ധിച്ചിടത്തോളം അത് ഖൈറായൊരവസ്ഥയാണ്. പക്ഷേ നാക്കാലികൾ ആ പച്ചപ്പിലൂടെ മേഞ്ഞു നടന്ന് അവർ യഥേഷ്ടം ഭക്ഷിക്കുകയും അങ്ങനെ ധാരാളമായി കഴിച്ചിട്ട് ചിലപ്പോൾ ചില കാലികളുടെ വയറ് വീർത്ത് ചത്തുപോകാൻ സാധ്യതയുണ്ട്. വേറെ ചിലത് ചത്തിട്ടില്ലെങ്കിലും രോഗം ബാധിക്കാനെങ്കിലും സാധ്യതയുണ്ട്. നേരെ മറിച്ച് ആവശ്യാനുസൃതം അതിൽ നിന്ന് പുല്ലുകളും മറ്റും കഴിക്കുകയും വയറ് നിറയുമ്പോൾ നിർത്തുകയും പിന്നീട് വീണ്ടും ആവശ്യമാകുമ്പോൾ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്കത് ഉപകാരപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. എന്ന പോലെ ഉപയോഗിക്കുന്നത് നല്ല രീതിയിലാണ് എങ്കിൽ അത് ഖൈറാണ്. അല്ല, ഉപയോഗം നിയന്ത്രണം വിട്ടുപോയാലോ ഈ പുല്ലുകളും മറ്റുമെല്ലാം കാലികൾക്ക് ഷെറും നാശവുമായിട്ട് മാറുന്ന പോലെ തന്നെ അല്ലാഹു തആല മനുഷ്യർക്ക് നൽകുന്ന സമ്പാദ്യം അത് ഉപയോഗിക്കുന്നത് നിയമാനുസൃതമായിട്ട് മാറുകയാണെങ്കിൽ ആ സമ്പത്ത് വലിയ ഖൈർ തന്നെയാണ്, അത് വല്ലാത്ത അനുഗ്രഹവുമാണ്. നേരെ മറിച്ച് അതിൻ്റെ ഉപയോഗക്രമം തെറ്റിപ്പോവുകയും അവിഹിതമായ മാർഗത്തിലൂടെ അത് കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അത് നാശമായിട്ട് മാറുന്നു, ഷർറായിട്ട് മാറുകയും ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉദാഹരണത്തിലൂടെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വ ഇന്ന ഹാദൽ മാല ഖദിറത്തുൻ ഹുൽവ, ഈ സമ്പത്ത് അതൊരു പച്ചപ്പാണ്, മാധുര്യമുള്ളതാണ്. ഫമൻ അഖദഹു ബിഹഖിഹി വ വദഅഹു ഫീ ഹഖിഹി ഫനിഅമൽ മഊനതു ഹുവ. അത് സമ്പാദിക്കേണ്ട രീതിയിൽ ആവശ്യാനുസൃതം സമ്പാദിക്കുകയും വിനിയോഗിക്കേണ്ട ക്രമത്തിൽ വിനിയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫനിഅമൽ മഊനതു ഹുവ, അത് തന്നെയല്ലേ ഏറ്റവും വലിയ സഹായം. അല്ലാഹു തആലയെ ആരാധിക്കാൻ മനസ്സമാധാനം കിട്ടും, അല്ലാഹു തആലാക്ക് നല്ല വഴിയിൽ ചെലവഴിച്ച് കൂലി നൽകാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ വല്ലാത്തൊരു സഹായമാണ് അത്. ചെലവഴിക്കുന്ന മാർഗവും സമ്പാദിക്കുന്ന മാർഗവും നല്ല രീതിയിലായി മാറുകയാണെങ്കിൽ. നേരെ മറിച്ച് ഉപയോഗിക്കേണ്ട ക്രമത്തിൽ അത് ഉപയോഗിക്കാതെ സമ്പാദിക്കേണ്ട രീതി സമ്പാദിക്കാതിരിക്കുകയാണ് എങ്കിൽ കാന കമ യഅ്കുലു വലാ യശ്ബഉ, തിന്നും പക്ഷേ വയറ് നിറയൂല. ഈ അവസ്ഥയിലുള്ള ഒരു അത്യാഗ്രഹിയെ പോലെ അത്തരക്കാരായി മാറും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. മാത്രവുമല്ല വയകൂനു ഷഹീദൻ അലൈഹി യൗമൽ ഖിയാമ, ഈ സമ്പത്ത് നാളെ പരലോകത്ത് തൻ്റെ മുമ്പിൽ തനിക്കെതിരെ സാക്ഷിയായി വരികയും ചെയ്യുമെന്നുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തുകയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട നല്ലൊരു ഗുണപാഠമുണ്ട്. അതായത് അല്ലാഹു തആല നമുക്ക് നൽകുന്ന സമ്പാദ്യങ്ങളെ നാം അത് സ്വീകരിക്കുന്ന രീതി വിശുദ്ധമായിരിക്കണം. നമ്മുടെ കയ്യിൽ വന്നണഞ്ഞ സമ്പത്തിന് നാം വിനിയോഗം നടത്തേണ്ടതും വിശുദ്ധമായ രീതിയിലായിരിക്കണം.
എങ്കിൽ അല്ലാഹു തആല നൽകുന്ന ഈ മഊനത്ത്, ഈ സഹായം വല്ലാത്തൊരു സഹായമാണ്, വല്ലാത്തൊരു നിഅമത്താണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകുന്ന നിഅമത്തുകൾക്ക് നന്ദി രേഖപ്പെടുത്തുവാൻ തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.